യോശുവ അധ്യായം 15. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് എദോമിന്റെ അതിരായ സീൻ മരുഭൂമി വരെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർണയുടെ തെക്കുകൂടി കയറി ഹെസ്രോൻ കടന്ന് ആദാരിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞു. അസ്മോനിലേക്ക് കടന്ന് മിസ്രൈം തോടുവരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത് ഹോഗ്ലയിലേക്ക് കയറി ബേത് അറാബയുടെ വടക്കുകൂടി കടന്ന് റൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെന്നു. പിന്നെ ആ അതിർ ആഖോർ താഴ്വര മുതൽ ദബരിയിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അദൂമീം കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ഏൻ ഷെമഷ് വെള്ളത്തിങ്കലേക്ക് കടന്ന് ഏൻ റോഗേലിങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയിൽ കൂടെ കയറി യെരുശലേം എന്ന യെബൂസഗരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടുമുള്ള മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹയിലെ നീരുറവിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിറിയത്ത് യയാരീം എന്ന ബാലയിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സെയ്യർ മല വരെ തിരിഞ്ഞ് കെസാലോൺ എന്ന യയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കിടന്ന് ബേത് ഷെമേഷിലേക്ക് ഇറങ്ങി തിമ്നയിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോന്റെ പാർശ്വം വരെ ചെന്ന് ഷിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറെ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇത് യഹൂദ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫൂന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹിമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ ദബീർ നിവാസികളുടെ നേരെ ചെന്ന് ദബീറിന്റെ പേർ മുമ്പേ കിറിയത്ത് സെഫേർ എന്നായിരുന്നു. കിറിയത്ത് സെഫേർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു ആഗ്രഹം തരേണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളെയും കൂടെ എനിക്ക് തരേണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. എദോമിന്റെ അതിർക്കരികെ തെക്കേ അറ്റത്ത് യഹൂദ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ കെപ്സയേൽ, ഏദർ, യാഗൂർ, കിന, ദിമോന, അദാദ, കെദേശ്, ഹാസോർ, ഇത്നാൻ, സീഫ്, തേലം, ബയാലോത്ത്, ഹാസോർ, ഹദഥ, കെരിയോത്ത്, ഹാസോർ എന്ന കെരിയോത്ത്, ഹെസ്രോൻ, അമാം, ഷെമ, മൊലാദ, ഹസർ ഗദ്ദ, ഹെഷ്മോൻ, ബേത് പേലെത്ത്, ഹസർ, ഷുവാൽ, ബേർഷേബ, ബിസോത്യ, ബാല, ഈം, ഏസെം, എൽത്തോലദ്, കെസീൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലബയോത്ത, ഷിൽഹീം, ആയിൻ, റിമ്മോൻ, ഇങ്ങനെ ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്തായോൽ, സോറ, അഷ്ന, സനോഹ, ഏൻ ഗന്നീം, തപ്പൂഹ, ഏനാം, യർമൂത്ത്, അതുല്ലാം, സോഖോ, അസേക്ക, ഷാരയും, അദീഥയും, ഗദേറ, ഗദേറോഥയും, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സെനാദ്, ഹദാശ, മിഗ്ദൽ, ഗാദ്, ദിലാൻ, മിസ്പെ, യൊക്തയേൽ, ലാഖിഷ്, മൊസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലപ്മാസ്, കിത്ലിഷ്, ഗദേറോത്ത്, ബേത് ദാഗോൻ,
നാമ, മക്കേദ ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, ലിബ്ന, ഏഥർ, ആശാൻ, ഇപ്താഹ്, അഷ്ന, നസീബ്, കെയ്ല, അക്ലീബ്, മാറേഷ ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, എക്രോനും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവ ഒക്കെയും അവയുടെ ഗ്രാമങ്ങളും, അസ്തോദും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, ഗസയും മിസ്രൈം തോട് വരെയുള്ള അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, മഹാസമുദ്രം അതിന് നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യതീർ, സോഖോ, ദന്ന, ദേബീർ എന്ന കിരിയത്ത് സന്ന, അനാബ്, എസ്തെമോ, ആനീം, ഗോഷേൻ, ഹോലോൻ, ഗീലോ ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, അറാബ്, ദൂമ, ഏഷാൻ, യാനീം, ബേത് തപ്പൂഹ, അബേക്ക, ഹുംത, ഹെബ്രോൻ എന്ന കിരിയത്ത് അർബ, സിയോർ ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, മാവോൻ, കർമേൽ, സീഫ്, യൂത, ഇസ്രയേൽ, യോഗ്ദയാം, സനോഹ, കയീൻ, ഗിബയ, തിമ്ന ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, ഹൽ, ഹൂൽ, ബേത് സൂർ, ഗെദോർ, മാറാത്ത്, ബേത് അനോത്ത്, എൽതെക്കോൻ ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, കിരിയത്ത് യയാരീം എന്ന കിരിയത്ത് ബാൽ, റബ്ബ ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, മരുഭൂമിയിൽ ബേത് അറാബ, മിഥീൻ, സെഖാഖ, നിബ്ഷാൻ, ഈർ, ഹമേലഹ്, ഏൻ ഗദി ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദ മക്കളോട് കൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. ആമേൻ.